ഈ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ആയിരുന്നു IPL മത്സരം നടന്നിരുന്നത്. ലക്നൗ സൂപ്പർ ജയൻസ് ഹൈദരാബാദ് മത്സരം. കളിയിലെ വിശദത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടോസ് ലഭിച്ച ഋഷഭ് പന്ത് ബോളിംഗ് എടുക്കുകയായിരുന്നു. ഹൈദരാബാദിന് നല്ല തുടക്കമല്ല അവർക്ക് ലഭിച്ചത്. അവർക്ക് ഹെഡിനെ അഭിഷേകിനെയൊക്കെ നേരത്തെ തന്നെ ഔട്ടായി. അവര് 26-4 എന്ന സിറ്റുവേഷൻ. ലിവിങ്സ്റ്റണും കൂടാതെ ഈശാനൊക്കെ നേരത്തെ ഔട്ടായി കയറി പോവുകയായിരുന്നു. ഷമിയുടെ ഒരു മികച്ച ബോളിംഗ് ഒക്കെ കൊണ്ട് തന്നെ അവർ നിന്നു. അവർ 10 ഓവറിൽ തന്നെ 35 റണ്ണാണ് എടുത്തത്. നല്ല റൺ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. പിന്നെ വന്ന ക്ലാസനും നിതേഷ് കുമാർ റെഡ്ഡിയും കൂടെയാണ് കളി മാറ്റിയത്. ക്ലാസന്റെ 41 പന്തിൽ 62, നിതേഷ് കുമാർ റെഡ്ഡിയുടെ 33 പന്തിൽ 56 അവരെ കരകയറ്റുകയായിരുന്നു. അവർ രണ്ടുപേരും കൂടി 116 റണ്ണാണ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ വന്ന ആർക്കും കളിക്കാൻ കഴിച്ചില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് സ്കോർ അത്രയും എത്തിച്ചത്. അവരെല്ലാം കളിച്ചപ്പോൾ തന്നെ 20 ഓവറിൽ 156-9 എന്ന ബോളിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഷമിയാണ് താരം. അദ്ദേഹം 4 ഓവറിൽ വെറും 9 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. പിന്നെ ഋഗ്വേഷ് 46 റണ്ണ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. കൂടാതെ തന്നെ പ്രിൻസ് യാദവ് അദ്ദേഹം 4 ഓവറിൽ 34 റണ്ണ് 2 വിക്കറ്റ്. കൂടാതെ തന്നെ സിദ്ധാർത്ഥ് അദ്ദേഹം 4 ഓവറിൽ 29 റണ്ണ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. കൂടാതെ തന്നെ ആവേശ് ഖാൻ 4 ഓവറിൽ 36 റണ്ണ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ലക്നൗവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് വന്നു. മാക്രത്തിൻ്റെ 27 പന്തിൽ 45, കൂടെ തന്നെ മിച്ചൽ മാർഷിൻ്റെ 12 പന്തിൽ 14. പിന്നെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ 50 പന്തിൽ 68 കളിയിലെ ജയിക്കാൻ സാധ്യത ഉണ്ടാക്കിയത്. പിന്നെ വന്ന് ആരും കളിച്ചില്ല. അബ്ദുൽ സമദ് അദ്ദേഹം 12 പന്തിൽ 16 എടുത്ത് ഔട്ടാക്കി. നിക്കലസ് പൂറാൻ അദ്ദേഹം 4 പന്തിൽ 1 എടുത്ത് ഔട്ടായി. റൺഔട്ട് ആവുകയാണ്. കിഷൻ റൺഔട്ടായിരുന്നു. കൂടാതെ തന്നെ ആയുഷ് ബദോണി ഔട്ടാവുകയാണ്. ഇവരെ ബോളിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ ഹാഷ് ദുബെ അദ്ദേഹമാണ് നന്നായിട്ട് വരുന്നത്. 4 ഓവറിൽ 18 റണ്ണൗട്ട് കൊടുത്ത് 2 വിക്കറ്റ്. പിന്നെ അങ്ങനെ ആർക്കും താങ്ങാൻ സാധിച്ചില്ല വേണം നമുക്ക് പറയാൻ. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ അവർ ഒരു പന്ത് ബാക്കിയിരിക്കെ ലക്നൗവിൻ്റെ ആദ്യത്തെ ജയം നടന്നിരിക്കുകയാണ്. ഒരു പന്ത് ബാക്കിയിരിക്കെ 5 വിക്കറ്റിൻ്റെ തോൽവിയാണ് ലക്നൗ ഹൈദരാബാദിനെ തോൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു പിന്നെ കാണാം.